ഹൻസിബിത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൻസിബിത്തയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ആ വിഷമത്തിന് കാരണം ഞാൻ എന്തായിരുന്നു? വീഡിയോ ആക്ച്വലി ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ല ആക്ച്വലി. ആ. ഹൻസിബിത്ത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി. അർജുൻ എന്തോ മീൻസ് അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത്. അത് കണ്ടപ്പോ ഭയങ്കര വിഷമമായി. എനിക്ക് അഞ്ചു മാത്രമല്ല വേറെ ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനെ പറ്റി. ഞാൻ ഗെയിം എന്നുള്ളത് അതോട് വിട്ടു. അത് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നാൽ പോലും അത് ഗെയിമിലോട്ട് നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേന് റീസൺ വേണം. അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ഓഫ്കോഴ്സ് ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ. ഞാൻ തന്നെ കുറെ കഷ്ടപ്പെടുന്നത് കയറി നിൽക്കും. ഒരു സമയത്ത് വേണ്ട നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഓഫ്കോഴ്സ് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് ഇപ്പം അൻസിബായിട്ട് എനിക്ക് അൻസിബെന്നല്ല എനിക്ക് ഇവിടെ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ നോമിനേറ്റ് ചെയ്തതിൽ ഇപ്പം കംപ്ലൈന്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ. അത് അവർക്ക് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്. എനിക്ക് ഇതുവരെ എനിക്കറിയില്ല. ഞാൻ അവിടെ കഴിഞ്ഞ് അവിടെ തന്നെ വിട്ടു. ഞാൻ അവിടെ പറയുന്ന പോലെ ഞാൻ തല കയറ്റാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ചില്ലായിട്ട് ജോലി ചെയ്ത് നടക്കുന്നത്. കുറെ പേര് അവിടെ നിന്ന് എന്തൊക്കെ പറയും. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എനിക്ക് ഹേർട്ട് ആവത്തൊന്നുമില്ല. ഈ ബിഗ് ബോസ് സാരി കൊടുത്ത് എയർപോർട്ടിൽ ആണോ? ശരി, അത് അത്രേ ഉള്ളൂ. ചിലപ്പോ ഹേർട്ട് ആയത് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പക്ഷെ അത് പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. എന്തായിരിക്കും നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും. ടിഷ്യൂ പേപ്പർ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു. ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. നമ്മൾ അന്നേരം നമ്മൾ ഈ സംഭവം കാണുന്നുള്ളൂ. നമുക്ക് അവിടെ ഇത്രയും ക്യാമറ നിങ്ങൾ പലതും കാണുന്നതായിരിക്കും. നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതായിരിക്കും. ആ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ റൂമിൽ അല്ലെങ്കിൽ പറയും. ശരി, നമുക്ക് ഇനി ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അർജുനോട് ഡയറക്റ്റ് ചോദിക്കാനുണ്ടോ? ഹായ് അർജുൻ. ഹായ് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഇന്ന്. ബിക്കോസ് അർജുൻ്റെ ഫാൻ മാത്രമായിട്ടല്ല, അർജുൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഞാൻ ഇന്ന് അതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എല്ലാവരും അർജുനിൽ ഉറ്റുനോക്കി കാണുന്ന അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ നേരിട്ട് കണ്ട കുറച്ച് ആൾക്കാരിൽ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അർജുൻ്റെ ആ കഷ്ടപ്പാടും കോവിഡ് സമയത്ത് ജിം ഒന്നും ഓപ്പൺ അല്ല അന്നും അല്ലേ? ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ഞങ്ങളുടെ ജിമ്മേറ്റ്സ് ആണ്, അർജുൻ്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ കോട്ടയത്ത് ഞാൻ ജിമ്മില് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ ഇന്ന് രാവിലെ വിളിച്ച് നമ്പർ തന്നെ ഇല്ലായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം എന്നെ രാവിലെ വിളിച്ചിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എക്സൈറ്റഡ് അമ്മമാരെ കണ്ടപ്പോഴും അമ്മമാരൊക്കെ രൂപമൊക്കെ മാറി. ഒരുപാട് വർഷം അവൻ ശരിക്കും മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇവൻ മിസ്റ്റർ കേരള, ഞാൻ ഇവന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റിയിരിക്കില്ലേ, മിസ്റ്റർ കേരള അടിച്ച് ഇവൻ കോട്ടയത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇന്ന് ഇത്രയും ദൂരങ്ങൾ താണ്ടി